നന്ദിയിലെ ജീമാട്ടിൽ പൊന്നോടത്തിന് ബെൻസ ബെൻസ ജീമാട്ട് ബെൻസ ബെൻസ നന്ദിലെ ജിമാർട്ട് ബെൻസ ഓഫർ. ഗോപു നന്ദിലെ ജിമാർട്ടിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. ബെൻസ ഓഫർ നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി ഒരു ബെൻസ് കാറും ഒപ്പം 5 മാരുതി എക്സ്പ്രസോ കാറുകളും ഗൃഹോപകരണങ്ങൾക്ക് 70% വരെ ഡിസ്കൗണ്ടും നേടൂ. ഗോപു നന്ദിലെ ജിമാർട്ട് കേരളത്തിൽ എല്ലായിടത്തും. രാഷ്ട്രീയം പറയുന്നത് ഞാൻ പറഞ്ഞു പോയൊരു കാര്യത്തിൽ തെറ്റുണ്ടെങ്കിൽ കെട്ടി ജലീൽ ഇപ്പം അടുത്ത് പറഞ്ഞല്ലോ, നിയമസഭയിൽ ഞാൻ ആ കസേര തൊടാൻ പോലും പാടില്ലായിരുന്നു. അത് അദ്ദേഹം ചെയ്ത മര്യാദയാണ്, ഞാൻ മനസ്സിലാക്കണം. കാരണം അത് തെറ്റ് തിരുത്താൻ രാഷ്ട്രീയത്തിൽ കഴിയണം. അല്ലെങ്കിൽ ആരെങ്കിലും ട്രോളെന്ന് കരുതിയിട്ട് വസ്തുതാപരമായി പറയാതിരിക്കലല്ല. ഞാൻ അൻവറിൻ്റെ വിഷയത്തിൽ 3ാമത് നടന്ന പത്രസമ്മേളനമാണ്. അതെന്തുകൊണ്ടെന്ന് നിങ്ങൾ, അൻവർ സെൻസിറ്റീവാണ്. പക്ഷേ അയാൾ പറയുന്നതിൽ അയാളുടെ മേത്ത് കൊണ്ടതാണെങ്കിലും വസ്തുതാപരമാണ്. അല്ലെങ്കിൽ അൻവറിന് പറയും പോലെ വേറൊരാൾ ഇപ്പോൾ ജലീല പറയുന്നത് ഞാൻ ഇത് ഏറ്റെടുക്കാൻ നിൽക്കില്ല. അൻവർ സെൻസിറ്റീവ് പേഴ്സണാണ്. പക്ഷേ അയാളൊരു നുണയനാണ് എന്ന് ഞാൻ പറയില്ല. അയാൾ പറയുന്നതൊക്കെ ശരിയാണെന്നും എനിക്ക് അഭിപ്രായമില്ല, അത് വേറെ കാര്യമാണ്. എല്ലാം അയാൾ പറയുന്നത് ശരിയാണെന്ന് അങ്ങനെ ഓൺ ചെയ്യേണ്ട ആവശ്യം. പക്ഷേ അയാൾ ഈ പറയുന്ന കാര്യങ്ങളിൽ അയാളുടെ ബോധ്യമാണ്. എൻ്റെ ബോധ്യം ശരിയാവണമെന്ന് അഭിപ്രായം ഇല്ല. നിങ്ങൾക്ക് ഇപ്പോൾ സംശയം കുടിക്കില്ലേ എങ്ങനെയാണ്? അത് ശരിയാണ്, നിങ്ങൾക്ക് ചോദിക്കാൻ അങ്ങനെ സംശയിക്കാൻ അവകാശമുണ്ട്. എൻ്റെ സംശയങ്ങൾ ആണെങ്കിലും പോക്കെ എൻ്റെ ബോധ്യം പറയാമെന്നുള്ളതാണ് എൻ്റെ ബാധ്യത. അൻവർ പറയുന്നത് അൻവറിൻ്റെ ബോധ്യമാണ് എന്നുകൊണ്ടാണ് ഞാനതിനെ അതും അനുബന്ധമായിട്ട് പത്രക്കാരെ കാലത്ത് അങ്ങനെ വന്ന് കണ്ടിട്ടൊന്നല്ല. കേരളത്തിൽ ഇത് നടക്കുന്നു എന്ന് ഞങ്ങളൊക്കെ പറയുമ്പോൾ അതിൽ പ്രയാസമുണ്ട്. അൻവറിനെ കൊണ്ട് കാലം പറയിച്ചതാണ്, ഒരു ഭരണപക്ഷ MLA കൊണ്ട് കാലം പറയിച്ചതാണ്. കാരണം ഞാനിതിൻ്റെ വിക്ടിമാണ്. നിങ്ങൾക്ക് മനസ്സിലാവില്ല. നിങ്ങൾ 3 പത്രപ്രവർത്തകർ മാതൃഭൂമിൻ്റെ കുടുങ്ങിയെന്ന് പറഞ്ഞു. ചെറിയ കേസാണ്. ഞാൻ അനുഭവിച്ച കേസുകൾ എത്രത്തോളം എനിക്കറിയാം, എത്രത്തോളാണെന്ന്. ഒറ്റക്കാ നേരിട്ടത്, ചെറിയ പ്രയാസമല്ല. എൻ്റെ കുടുംബത്തെ, എൻ്റെ ഭാര്യയെ എല്ലാവരും വലിച്ചടിച്ചില്ലേ. കേസ് എവിടെ എത്തി? ഈ മുഖ്യമന്ത്രിയല്ലേ മുഴുവൻ കാര്യം ചെയ്ത്, ഈ ശശിയല്ലേ മുഴുവൻ കാര്യം ചെയ്ത്. അപ്പം അതുകൊണ്ട് വേട്ടയാടപ്പെട്ടവനറിയാം അവരുടെ പ്രയാസം. ഞാൻ അഭിമുഖീകരിക്കുന്നത് പൊതുപ്രവർത്തകൻ എന്ന നില കൂടി വേട്ടയാടപ്പെട്ട ആൾ നിൽക്കുക. ഈ മുഖ്യമന്ത്രിയുടെ മകളെക്കുറിച്ച് പറഞ്ഞതിന്, അദ്ദേഹത്തിൻ്റെ ഓഫീസിലെ രവിയെക്കുറിച്ച് പറഞ്ഞതിന്, ഈ P ശശിയെക്കുറിച്ച് പറഞ്ഞതിന്, അയാളുടെ ഓഫീസിലെ മുഴുവൻ ആളുകളും ഇപ്പോഴും പിടിക്കപ്പെട്ടിരിക്കല്ലേ. ആരാ ബാക്കിയുള്ളത്? ഇങ്ങനൊരു പിന്നെ മുഖ്യമന്ത്രിയെ, ഒരു ഹോം മിനിസ്റ്ററെ നമ്മൾ സംശയത്തിൻ്റെ മുനയിലല്ലാതെ എവിടെ നിർത്താൻ പറ്റും? നമ്മുടെ നാട്ടിൽ ഞാൻ പറയണത് ഈ രാഷ്ട്രീയമൊക്കെ ശരി, മനുഷ്യരെ തമ്മിൽ ഈ നാട്ടിൽ തല്ലിക്കുന്ന ഏർപ്പാടുകൾ ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം? ഇതുപോലത്തെ പോലീസ് ഓഫീസർ വന്ന് വർഗീയത കാണിച്ച്, ഭീകരത കാണിച്ച്, തമ്മിൽ തല്ലിച്ച്, മതവും ജാതിയും പറഞ്ഞിട്ടാണോ മനുഷ്യന്മാരെ പിന്നെ ഇതാക്കൽ? അതിനേക്കാളും ഗൗരവമുള്ള വിഷയത്തിലായിരുന്നു അൻവറിന്റെ പ്രതികരണം പോലെ. പക്ഷെ അവിടേക്ക് ഏതെങ്കിലും തരത്തിൽ അന്വേഷണം പോകാനോ അല്ലെങ്കിൽ അക്കാര്യത്തിലോ പോകാൻ ഇതുവരെ സീറ്റുമോ അല്ലെങ്കിൽ ഓഫീസോ തയ്യാറായിട്ടില്ല. അൻവർ ഉന്നയിച്ചതിൽ ഏറ്റവും ഭീകരമായി ഞാൻ കാണുന്നത് ഈ RSS ബന്ധമാണ്. മറ്റൊക്കെ സോൾവ് ചെയ്യാൻ നമ്മൾ രാഷ്ട്രീയമാണ്. CPM ഒന്നും ഇല്ലാതെ പോകുന്നില്ല. CPMനൊക്കെ ബദൽ ഇടതു തന്നെ കേരളത്തിൽ വരണം, വന്നേ മതിയാവും, അതൊക്കെ വരും. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, കർണാടകയിൽ ഒരു തരംഗം കൊണ്ട് നിങ്ങൾക്ക് വർഗീയതനെ ഇല്ലാണ്ടാക്കാം. കേരളത്തിൽ കഴിയില്ല. കേരളത്തിൽ അരിച്ചരിച്ച വർഗീയത വരുന്നത്. നമുക്ക് കുടഞ്ഞിറങ്ങാൻ പറ്റില്ല. കാരണം കേരളം അത്ര ഉത്ഭുതമായൊരു സ്റ്റേറ്റാണ്. ഇവിടെ അതുകൊണ്ടാണ് ഇത്രയും കാലമായിട്ടും UDF LDF ഇങ്ങനെ പിടിച്ചിരിക്കുന്നത്. അത് ലൂസ് ചെയ്താണ്ടല്ലോ പിന്നെ അത് രണ്ടാമത് കൊണ്ടുവരാൻ നമുക്ക് വലിയ പ്രയാസം വരും. അതുകൊണ്ടാണ് അൻവർ ഉന്നയിച്ചതിലെ ഏറ്റവും ഭീകരമായ പോയിന്റ് പോലീസിൻ്റെ സംഘീയ ഏർപ്പാടാണ്. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, അഴിമതിയേക്കാൾ ഭീകരമാണ് വർഗീയത. അഴിമതി നമുക്ക് നടപടിക്രമങ്ങളിലൂടെ ഇല്ലാണ്ടാക്കാം. വർഗീയത അങ്ങനെ കഴിയുന്നതല്ല. അത് മനുഷ്യൻ്റെ മനസ്സിലേക്ക് പോകുന്ന അപകടം പിടിച്ച പണിയാണ്. അഴിമതി ഞാൻ ന്യായീകരിക്കാൻ നിൽക്കില്ല, അഴിമതിയെ ന്യായീകരിക്കാൻ നിൽക്കില്ല. പക്ഷേ അഴിമതിയേക്കാൾ ഭീകരം ഫാഷിസാണ്, വർഗീയതയാണ്. ബ്ലോക്ക് ബസ്റ്റർ ഓഫർ. 5 കാറുകൾ, 100 ബൈക്കുകൾ, 100 പേർക്ക് ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് റിസോർട്ട് വെക്കേഷൻ. ഓരോ ദിവസവും 1 ലക്ഷം വീതം ക്യാഷ് പ്രൈസും കൂടാതെ 15 കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങൾ. മൈ ജിയോണം മാസോണം. Diamond Collections by Joya Lucas, world's favorite jeweler. ലോകത്തെവിടെയായാലും ഏത് സമയത്തും ഈവനിംഗ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.